ഇന്ത്യ മുന്നണിയെയും കടന്നാക്രമിച്ച് BJP നേതാവായ JP നദ്ദ രംഗത്ത്. ജോർജ് സോറോസുമായുള്ള പ്രതിപക്ഷത്തിന്റെ ബന്ധം രാജ്യസുരക്ഷയെ ബാധിക്കുന്നത്. ഒന്നും പുറത്തു വരാതിരിക്കാനുള്ള നീക്കമാണിപ്പോൾ ഇന്ത്യ സഖ്യം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ ബന്ധം പുറത്തു വരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നിരന്തരം പാർലമെന്റിൽ ബഹളം വയ്ക്കുന്നത്. അതായത് നിരന്തരം ബഹളം ഉണ്ടാക്കി സഭ നിർത്തിവെക്കാൻ ശ്രമിക്കുന്നത്. ജോർജ് സോറോസും സോണിയയുമായുള്ള ബന്ധം എന്താണ് എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. 2 ദിവസമായി ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തെ നിശബ്ദമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജോർജ് സോറോസുമായുള്ള പ്രതിപക്ഷത്തിന്റെ ബന്ധം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നും JP നദ്ദ പറഞ്ഞു. ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ US കോടീശ്വരനായ ജോർജ് സോറോസുമായുള്ള പ്രതിപക്ഷത്തിലെ മുതിർന്ന നേതാക്കളുടെ ബന്ധം ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറെ ബഹുമാനിക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ ഇന്ത്യ സഖ്യം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചതെന്നും JP നദ്ദ തുറന്നടിച്ചു. ജഗദീപ് ധൻഖർ അപമാനിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ പ്രവൃത്തി തികച്ചും അപലപനീയമാണ് എന്നും പ്രതിപക്ഷവും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പം നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നതെന്നും വിമർശിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രംഗത്തെത്തിയിരുന്നു. അതേസമയം ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ നടക്കുന്ന നാടകത്തിന് പിന്നിലും ജോർജ് സോറോസ് ആണ്. ഇത്തരത്തിൽ ഒരു നാടകം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പിന്നിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും പുറത്താക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. പ്രധാനമന്ത്രി കസേരയേക്കാൾ കുറഞ്ഞതൊന്നും രാഹുൽ ഗാന്ധി ഇതുവരെ ലക്ഷ്യം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കസേര ലഭ്യമാകാൻ രാഹുൽ ഏതറ്റം വരെയും പോകും. അതിന് ജോർജ് സോറോസ് എന്ന ദേശദ്രോഹിയുടെ കൂട്ടുകൂടി ആകുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാകും എന്നാണ് രാഹുൽ കരുതുന്നത്. സോറോസിന്റെ NGO സംഘടന പ്രവർത്തിക്കുന്നതും ഇതേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ തെളിവുകൾ അടക്കം മറ്റു മുതിർന്ന നേതാക്കളും ഇതിൽ പങ്കുള്ള വിവരം പുറത്തുവരും. തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാണ് സോറോസിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിനൊപ്പം തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാനുള്ള തന്ത്രങ്ങളും സോറോസിന്റെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാരണം 6 പതിറ്റാണ്ടായി കോൺഗ്രസിന് സാധിക്കാത്തത് അതാണ് വെറും 1 പതിറ്റാണ്ട് കൊണ്ട് BJP നേടിയെടുത്തത്. 10ാം സ്ഥാനത്ത് കിടന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ 5ാം സ്ഥാനത്ത് എത്തിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന് സാധിച്ചു. അതിന്റെ എല്ലാം അമർഷം സോറോസിനുണ്ട്. എന്നാൽ ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നതും ആത്യന്ത്യം ദയനീയമായ അവസ്ഥയിലേക്കാണ്. രാഹുലിനെ പ്രതിപക്ഷ മുഖമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ തന്ത്രം പാളിയതായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനങ്ങൾ തെളിയിക്കുകയാണ്. ലോക്സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അന്തം വിട്ടു നിൽക്കുന്ന രാഹുലിനെ നമ്മൾ പലവട്ടം കണ്ടു. പ്രതിപക്ഷ നേതാവ് അറിയാതെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും സഭ ബഹിഷ്കരിക്കുന്നതും കാണാനായി. പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് സഭയ്ക്കുള്ളിൽ ചെയ്യുന്നതെന്ന് മറ്റു നേതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന രാഹുലിന്റെ ദയനീയ ചിത്രമായിരുന്നു ശീതകാല സമ്മേളനം കാണിച്ചു തരുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 6 മാസം പിന്നിടുമ്പോൾ അസാധാരണ സാഹചര്യങ്ങളാണ് ഇന്ത്യ മുന്നണിയിൽ ഉടലെടുത്തിരിക്കുന്നതും. പ്രതിപക്ഷ പാർട്ടികളുടെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണ് എന്ന തരത്തിലുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം അംഗീകരിക്കാനാവില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് മുതൽ ഏറ്റവും ചെറിയ പാർട്ടിയായ CPI വരെ പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിനെല്ലാം പുറമെ സോണിയയ്ക്കും രാഹുലിനും പിന്നാലെ പ്രിയങ്ക വാദ്ര കൂടി പാർലമെന്റിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയായിരുന്നു. കോൺഗ്രസിന് മുഖ്യം നെഹ്റു കുടുംബാംഗങ്ങളുടെ പ്രാതിനിധ്യം മാത്രമാണ് എന്നും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ പരാജയമാണ് എന്നുള്ള വിമർശനങ്ങളിലേക്ക് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കടന്നതോടെ ഇന്ത്യ മുന്നണി പ്രത്യക്ഷത്തിൽ പല തട്ടിലായി മാറുകയായിരുന്നു. ബിസിനസ്സുകാരനായ ഗൗതം അദാനിയെ ലക്ഷ്യമിട്ട് രാഹുൽ നടത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നീക്കങ്ങളാണ് പാർലമെന്റിൽ ഒറ്റപ്പെടുന്ന തലത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ തന്നെ പരാതി. ഭാഗ്യശക്തികളുടെ സ്വാധീനത്തിലാണോ രാഹുൽ നിരന്തരം അദാനിയെ ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യം മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിവെക്കുന്ന തരത്തിൽ രാഹുലിന്റെ ജോർജ് സോറോസ് ബന്ധവും കോൺഗ്രസിന് ലഭിക്കുന്ന ദുരൂഹത വിദേശ ഫണ്ടുകളും BJP MPമാർ പുറത്തുവിടുകയും ചെയ്തതോടെ സഭയിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാവുകയായിരുന്നു. രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാരും തയ്യാറാവുന്നില്ല. സമാജ്വാദി പാർട്ടിയും DMKയും അടക്കമുള്ളവർ രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച കോൺഗ്രസ് വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. മഹാരാഷ്ട്രയിലെ വലിയ രാഷ്ട്രീയ തിരിച്ചടി മറയ്ക്കാൻ സോറോസിന്റെ സഹായത്തോടെ അവതരിപ്പിച്ച അദാനി വിഷയത്തിൽ ആദ്യ ആഴ്ചയിലെ എല്ലാ ദിവസവും സഭ സ്തംഭിച്ചു. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നടുത്തളത്തിലിറങ്ങുകയും ബഹളമുണ്ടാക്കുകയും ഇരു സഭകളെയും പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിലും സമാന തന്ത്രവുമായി കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയപ്പോൾ
അതിനൊപ്പം ഇല്ല എന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയതോടെയാണ് പ്രതിപക്ഷത്തെ ഭിന്നത മറനീക്കി പുറത്തുവരുന്നതും. തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് അംഗവും കോൺഗ്രസിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്നു. പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ നിന്ന് ഇരു പാർട്ടികളോടെയും എംപിമാർ വിട്ടുനിന്ന് സഭയിൽ കോൺഗ്രസ് പ്രതിഷേധിക്കാനെത്തുന്ന സമയം സംഭാൽ വിഷയം ഉന്നയിച്ച SP അംഗങ്ങൾ ഒറ്റയ്ക്ക് നടുത്തളത്തിലിറങ്ങിയത് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തി. ലോക്സഭയിലെ അംഗങ്ങളുടെ സീറ്റുകൾ പുനർക്രമീകരിച്ചതോടെ SPക്കും TMCക്കും പ്രാതിനിധ്യം നഷ്ടമായതും രാഹുലിനൊപ്പം KC വേണുഗോപാൽ, ഗൗരവ് ഗൊഗോയ് എന്നിവർക്ക് മുൻനിര അനുവദിച്ചതുമൊക്കെ പ്രതിപക്ഷത്ത് അതൃപ്തിയുടെ കാരണങ്ങളാണ്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധയാണ് എന്ന് പ്രഖ്യാപിച്ച് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയാണ് രാഹുലിന്റെ നേതൃത്വത്തിനെതിരെ പരസ്യമായി ആദ്യം രംഗത്ത് വന്നത്. ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് താനാണ് എന്നും അത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വവും ഇപ്പോൾ മുൻനിരയിലേക്കുള്ളവർക്കാണ് എന്നും മമത പറയുന്നു. അവർ അങ്ങനെ ചെയ്യാനാകുന്നില്ല എങ്കിൽ താൻ എന്തു ചെയ്യും? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. അവസരം ലഭിച്ചാൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുമെന്നും ബംഗാളിന് പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാൽ അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ സഖ്യത്തെ പ്രവർത്തനം നിയന്ത്രിക്കുമെന്നും മമത പറയുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് മമതയെ നിയോഗിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് MP കീർത്തി ആസാദ് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ആവശ്യപ്പെട്ടെങ്കിലും പാർലമെന്റ് ആരംഭിച്ചതോടെയാണ് പ്രതിപക്ഷ ഭിന്നത ഇത്രയും ആഴത്തിലാണ് എന്നത് തിരിച്ചറിയുന്നതും. യാതൊരു കൂടിയ ആലോചനകളും ഇല്ലാതെയാണ് രാഹുലും കോൺഗ്രസും തനിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിനെ തകർക്കുമെന്ന് CPMഉം CPIയും ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് മഹാരാഷ്ട്രയിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ NCP നേതാവ് ശരത് പവാർ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ. പവാർ മമതാ ബാനർജിക്കൊപ്പം നിലയുറപ്പിക്കുന്നുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗവും സമാജ്വാദി പാർട്ടിയും തമ്മിൽ സഖ്യം വേർപിരിഞ്ഞതും പ്രതിപക്ഷ അനൈക്യത്തിന്റെ തെളിവായി മാറി. ഡിസംബർ 6-ന് മഹാരാഷ്ട്രയിലെ ദിനപത്രത്തിൽ ബാബറി മസ്ജിദ് തകർത്തവരെ അഭിനന്ദിച്ചുകൊണ്ട് ഉദ്ധവ് ശിവസേന പരസ്യം നൽകിയതിന്റെ പേരിലാണ് വേർപിരിയലിന്റെ നാടകം നടന്നത്. ബാബറി മസ്ജിദ് തകർക്കുന്ന ചിത്രം പങ്കുവച്ച ഉദ്ധവ് വിഭാഗം MLA മിലിന്റെ നടപടിയും SP മഹാവികാസ് അഘാഡി വിടാൻ കാരണമായി എന്ന് SP മഹാരാഷ്ട്ര അധ്യക്ഷൻ അബു അസ്മി പറയുന്നു. സമാജ്വാദി പാർട്ടിയും NCPയും മമതാ ബാനർജിയെ രാഹുലിന് പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നുവെന്നും അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ തുടരുന്നു. രാഹുലിന്റെ അടുത്ത സുഹൃത്തെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന അഖിലേഷ് യാദവിന്റെ പാർട്ടി ലോക്സഭയിൽ സ്വീകരിക്കുന്നത് പല നിലപാടുകളും ഇത് സൂചിപ്പിക്കുന്നു. സമാജ്വാദി പാർട്ടി നേതാവ് ഉദയ് വീർ സിംഗ് മമതയെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. SP മമതയെ 100% പിന്തുണയ്ക്കുന്നുവെന്നും ഒരു സംസ്ഥാനത്ത് സഖ്യം പരാജയപ്പെടാൻ കാരണം അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിനാണ് എന്നതാണെന്നും SP നേതാവ് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ രാഹുലിനെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ എല്ലാം ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. മമതയ്ക്ക് തൃണമൂൽ കോൺഗ്രസിനെ നയിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂവെന്നും പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുലിന് മാത്രമേ പറ്റൂ എന്നാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ ആരോപിക്കുന്നത്. മമതയുടെ നേതൃപദവിയെ നല്ല തമാശയെന്ന് വിളിച്ച് മാണിക്യം ടാഗോർ MP പരിഹസിച്ചു. എന്തായാലും എങ്ങനെ നോക്കിയാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നതിൽ കടുത്ത അതൃപ്തിയാണ് നേതാക്കൾ രേഖപ്പെടുത്തുന്നത്. ഒപ്പം ഇന്ത്യ സഖ്യത്തിലും ഒരു വിലയും കിട്ടുന്നില്ല എങ്കിൽ രാഹുൽ ഏകദേശം രാഷ്ട്രീയത്തിൽ തന്നെ ഔട്ടായി എന്ന് പറയേണ്ടി വരും. പിന്നീട് കുടുംബസമേതം നാട് വിടുക എന്ന ഒറ്റ മാർഗമേ രാഹുലിന് മുന്നിൽ ഇനി ബാക്കിയുള്ളൂ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.